ടെറർ ബ്രൂണോ എന്ന് പറയുന്ന സഖാവ് ബ്രൂണോയുടെ കഥാപാത്രം, ആള് വലിയ എന്താണ്, ആളെ എല്ലാവർക്കും പേടിയാണ്. പുള്ളിയൊരു നാട്ടുരാജാവിനെ പോലെ ആരെ അടിക്കും, എല്ലാവരും ഭയപ്പെടുന്ന ഒരാൾ. പിന്നീട് ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ഓരോരോ ഘട്ടങ്ങളിലും ഇയാളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒന്നിനും കൊള്ളാത്ത ഒരുത്തനാണ് ഈ പറഞ്ഞ സാധാരണ നാട്ടുചട്ടമ്പിയും നാട്ടുപാർട്ടിക്കാരനും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നത്. അപ്പം അവിടെ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? ഇല്ല, അങ്ങനെ ആണെന്ന് നമ്മൾ ഉദ്ദേശമില്ല. അങ്ങനെ നാട്ടുചട്ടമ്പിയോ അങ്ങനെയൊന്നുള്ളതല്ല. അത് അയാൾ വിശ്വസിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിനോടൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞൊരു ഒരു സംഗതിയാണല്ലോ. അതിൻ്റെ ചട്ടക്കൂടുകളോ അല്ലെങ്കിൽ ആ പാർട്ടിയുടെ സ്വഭാവ രീതികളോ അതൊന്നതിനേക്കാൾ കൂടുതൽ അയാൾക്ക് അതിനോടുള്ള ആ ആശയത്തോടുള്ള അല്ലെങ്കിൽ അതിനോട് പ്രതിപത്തിയും ആണ് കൂടുതലെന്ന് പറയും. പണിയെടുക്കുന്നില്ല എന്ന് പറയുന്നത് സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ അകത്ത്, നമ്മുടെ രാഷ്ട്രീയം പൊതുവെ ഇന്ത്യൻ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയക്കാരനായിരിക്കുക എന്ന് പറയുന്നത്, അതാണ് ഒരു തൊഴിൽ എന്ന് പറയുന്ന അത് ലോകത്തുള്ള മറ്റു വ്യവസ്ഥകളിലെല്ലാം അങ്ങനെ ആവണമെന്നില്ല. അവരെല്ലാം അത് ആനുപാതികമായി ഇപ്പോഴത്തുള്ള കൂടുതൽ രാഷ്ട്രീയക്കാരൊക്കെ അങ്ങനെ അല്ലാതായി മാറി വരുന്നുണ്ട് പുതിയ ജനറേഷൻ. പക്ഷെ അല്ലാതുള്ള ഇത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൽ ചില വിമർശനാത്മകമായ കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊരിക്കലും നമ്മൾ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോ നമുക്കൊരു സ്റ്റോറി അവിടെ പ്ലാൻ ചെയ്യാൻ വേണം. അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് തന്നെ കണക്ട് ചെയ്യുന്ന തരത്തിലാണത് വന്നിരിക്കുന്നത്. അല്ല, അതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ ഒരു കഥ രൂപകൽപ്പന ചെയ്യുമ്പോൾ കേരളത്തിലൊരു കഥ രൂപകൽപ്പന ചെയ്യുമ്പോൾ ആ കഥയിൽ അവിടെ ആ പെൺകുട്ടിയുടെ വിവാഹത്തിനുള്ള ആളുകൾ കുറയുന്നു. പള്ളിക്കാർ അതിലെത്തുന്നില്ല, ഈ ചെറുപ്പക്കാരൻ്റെ സുഹൃത്തുക്കളോ എത്തുന്നില്ല, ബിരിയാണി പാത്രത്തിൽ അതെത്തുന്നില്ല. അപ്പം അതിലേക്ക് എത്താനുള്ള കഥയുടെ റീസൺ എന്ത് വേണം എന്നുള്ള ഒരു ആലോചനകളിൽ വരുമ്പോഴാണ് ഇത്തരത്തിൽ എന്നുവെച്ചാൽ പള്ളിയും ഈ പയ്യൻ്റെ പാർട്ടിക്കാർ ഒരേ സമയം റിജക്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക് അവധാനതക്കുറവ്, ഇയാളുടെ അത്തരത്തിലുള്ള സൂക്ഷ്മത കുറവാണ് സത്യത്തിൽ അതിലേക്ക് ഇയാളെ കൊണ്ട് എത്തിക്കുന്നത്. അത് അയാൾ കൊള്ളരുതാത്തവനോ സൂക്ഷ്മതക്കുറവാണെന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ സാർ? ഞാൻ ചോദിക്കും, എഴുത്തുകാരൻ താങ്കൾ തന്നെയാണ്, എങ്കിലും ഞാനതിനെ വെല്ലുവിളിച്ചോണ്ട് ചെയ്തത് സൂക്ഷ്മത കുറവല്ല, മറിച്ച് അയാളുടെ ഒരു താൻപൂര്യമാണ്. എനിക്കിതൊക്കെ ആവാം, ആരെയും തല്ലാം, ഒരു ശരീരഭാഷ വരെ അയാൾക്കുണ്ട്. അല്ല, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ശരീരഭാഷ എന്ന് പറയുന്നൊരു സാധനം അത് അധികാരത്തിൻ്റെതായ ഒരു ഭാഷയാണ്. നമുക്കൊരു തണലുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്നതാണ്. അത് രാഷ്ട്രീയമായിട്ട് മാത്രം ബന്ധപ്പെട്ട് കാര്യമില്ല. എനിക്ക് താൻ പോരുമയുള്ള രക്ഷിതാക്കളുണ്ട്. എൻ്റെ അച്ഛൻ പറഞ്ഞു രണ്ടുപേരും അടിച്ചിട്ട് വാടാ എന്ന് പറഞ്ഞാലും ഞാൻ പോയി അടിക്കാമല്ലോ. അപ്പം അത് അത്തരത്തിലൊരു താൻ പോരുമായി എനിക്ക് എവിടെ നിന്നൊക്കെയോ രാഷ്ട്രീയ തണലിൽ നിന്നാകാം, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ തണലിൽ നിന്നാകാം, മതപരമായ ഇതിൽ നിന്നാകാം. അങ്ങനെ വരുമ്പോൾ മനുഷ്യൻ്റെ സ്വഭാവത്തിലുണ്ടാകുന്ന സ്വഭാവ വ്യത്യാസങ്ങളാണിത്. അതിനെ നമ്മൾ കഥയുമായി ഈ മട്ടിലേക്ക് കണക്ട് ചെയ്യുന്നു എന്നുള്ളേ ഉള്ളൂ. അത് എളുപ്പം മനസ്സിലാവാനുള്ള ഒരു പ്രതലം സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മാത്രമല്ല, ആ സിനിമയ്ക്കകത്ത് മൊത്തം അയാൾക്കാണ് കംപ്ലീറ്റ്ലി ഡെവലപ്പിംഗ് ഒരു ആർക്കുള്ളത്. ഈ ആർക്കിൽ അയാൾ എന്താണ്, അതിനുശേഷം അയാൾ നീ ചുമടെടുത്തുകൊണ്ട് വാടാ എന്ന് പറയുന്ന ആൾ അവസാനം ഒരു ചുമട്ടുകാരനാകുന്നു. അത് ആ സിനിമയിൽ നിന്ന് കട്ട് ചെയ്ത് പോയതാണ്. അയാൾ വളരെ അയാളെ ആ പാർട്ടിയുടെ പോരാടി നോക്കാം എന്ന് പുള്ളി പറയുന്നുണ്ട്. അല്ല, അതിന് മുമ്പ് തന്നെ ഇയാൾ ഇതിന് പൊക്കോളാൻ പറയുന്നുണ്ട്. നീ ഇന്ന സ്ഥലത്ത് പോയി ഇന്ന സഖാവ് ചെട്ടിയാരെ പോയി കാണുക, അവിടെ ബെവറേജസിൽ ചുമടുണ്ടെന്ന് പറയുന്നൊരു പോയിൻ്റുണ്ട്. അങ്ങനെ അയാൾ ഈ അവസാനം വരുന്ന ബ്രൂണോ എന്ന് പറയുന്നത് ബെവറേജസിലൊരു ചുമട്ടുകാരനായ ബ്രൂണോയാണ്. അതാണ് ബ്രൂണോ പറയുന്നത്. നീ എൻ്റെ അടുത്ത് പറയുന്നില്ല, നീ പോരാടിയിട്ടില്ല, നിന്ന് പോരാടി നോക്കട്ടെ എന്ന് പറയുന്ന ബ്രൂണോ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ചിത്രീകരിച്ചതാണ്. പക്ഷേ അത് സിനിമയുടെ പേസിലും എഡിറ്റർക്ക് സംവിധായകർക്കും എല്ലാം അവസാനം വേണ്ടാന്ന് തോന്നിയ സമയത്താണ് കൊല്ലം ബെവറേജസിൻ്റെ മുമ്പിൽ തന്നെ ചിത്രീകരിച്ച ഒരു സീൻ അതിൽ നിന്ന് വിട്ടുപോയിട്ടെന്ന് വെച്ചാൽ അങ്ങനെ പറ്റത്തുള്ളൂ സിനിമയുടെ. അപ്പോൾ അതുകൊണ്ട് അയാളുടെ ആർക്ക്, അത് ഒരു റൈറ്റർ എന്നുള്ള രീതി അയാളുടെ ആർക്ക്, അയാൾ ജീവിതത്തിനെക്കുറിച്ച് പഠിക്കുന്ന പാഠങ്ങൾ എന്ന് പറയുന്നത് അത് ഏറ്റവും കൂടുതൽ ആ കഥയിൽ പഠിച്ചിട്ടുള്ളത് ബ്രൂണോയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.